ആ നിയമ പോരാട്ടം ഫലം കാണുന്നു. CI പ്രതാപചന്ദ്രന് സസ്പെൻഷൻ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. ഈ CI പ്രതാപചന്ദ്രൻ ഇപ്പോൾ അരൂർ SHO ആണെന്ന് മനസ്സിലാക്കുന്നു. CI പ്രതാപചന്ദ്രൻ ഇപ്പോൾ സസ്പെൻഷൻ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത്. ഒരു വർഷം മുമ്പാണ് യുവതിയെ ഇത്തരത്തിൽ അകാരണമായി അതിക്രൂരമായ രീതിയിൽ മുഖത്ത് നിർദാക്ഷിണ്യം മർദ്ദിച്ചതും. ഗർഭിണിയായ യുവതിയെ ഒരു വർഷത്തോളം ആ യുവതിയും ഭർത്താവും ഈ ദൃശ്യങ്ങൾക്ക് വേണ്ടി നിയമ പോരാട്ടം നടത്തി. ആ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ SHO പ്രതാപചന്ദ്രന് സസ്പെൻഷൻ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. ഈ സംഭവം ഉണ്ടായ സമയം തൊട്ട് ദൃശ്യങ്ങൾ പുറത്തു വന്ന ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കടുത്ത നടപടി വേണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. DGP റവാള ചന്ദ്രശേഖർ 24-മായി സംസാരിച്ചപ്പോൾ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് സൂചനകൾ നൽകിയിരുന്നു. ഒടുക്കം ഇതാ രാത്രി വൈകി SHO പ്രതാപചന്ദ്രന് സസ്പെൻഷൻ എന്ന വാർത്ത വരുന്നു. തന്റെ ഭർത്താവിനെ അന്യായമായി കസ്റ്റഡി എടുക്കുകയായിരുന്നു. പരിസരത്തെ സമീപ പ്രദേശത്തെ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് എത്തിയപ്പോൾ ആ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചെന്ന് ആരോപിച്ചാണ് അന്യായമായി ഭർത്താവിനെ കസ്റ്റഡി എടുക്കുന്നത്. പിന്നാലെ സ്റ്റേഷനിലെത്തിയ ഭാര്യയെ അന്യായ കസ്റ്റഡി ചോദ്യം ചെയ്തതിന് പിന്നാലെ നിർദാക്ഷിണ്യം പോലീസുകാർ നോക്കി നിൽക്കെ, വനിതാ പോലീസുകാരടക്കം അവിടെ ഉണ്ടായെന്നിരിക്കെ അന്നത്തെ CI ആയിരുന്ന പ്രതാപചന്ദ്രൻ യുവതിയെ ക്രൂരമായി മുഖത്തടിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിനെ പല വാക്കുകൾ കൊണ്ട്, പല ലോജിക്കില്ലായ്മ കൊണ്ട്, അതിന്റെ വിശദീകരണങ്ങൾ കൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും എവിടെയും എത്തുന്നില്ല. ചെയ്തത് തെറ്റെന്ന് ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റിനും ബോധ്യപ്പെടുന്നു. ആഭ്യന്തര അന്വേഷണത്തിലും അത് കണ്ടെത്തുന്നു. ആഭ്യന്തര വകുപ്പിന് നടപടി ഉണ്ടാകുന്നു. ഷഫീദ്, വിശദാംശങ്ങൾ. ഇന്ന് വൈകിട്ടോടെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയായിരുന്നു ഈ എറണാകുളം സ്റ്റേഷനിലെ പ്രതാപചന്ദ്രൻ ഒരു ഗർഭിണിയെ മർദ്ദിച്ച CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നത്. ഇതിന് പിന്നാലെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കർശന നടപടി എടുക്കണമെന്ന നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. നോർത്ത് പോലീസ് സ്റ്റേഷൻ CI ആയിരുന്ന പ്രതാപചന്ദ്രനാണ് ഒരു കേസുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിലെത്തിയ ഗർഭിണിയായ സ്ത്രീയുടെ മുഖത്തടിച്ചത്. 2024 ജൂണിലാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. ശേഷം ഹൈക്കോടതിയിലടക്കം കേസ് നടത്തിയതിനു ശേഷമാണ് ഇവർക്ക് ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിച്ചത്. അത് പുറത്തു വന്നതിന് പിന്നാലെ മുഖ്യമന്ത്രി തന്നെ സംസ്ഥാന പോലീസ് മേധാവി ഈ വിഷയത്തിൽ കർശന നടപടിയെടുക്കണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. സംസ്ഥാന പോലീസ് മേധാവി ഈ നിർദ്ദേശം ലോ ആൻഡ് ഓർഡർ ADGPക്ക് നൽകി. അങ്ങനെ H വെങ്കടേഷിന്റെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷമാണ് ഇപ്പോൾ പ്രതാപചന്ദ്രനെ സസ്പെൻഡ് ചെയ്ത തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ സംഘത്തിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ഈ സംഘത്തിൽ ഉണ്ടായിരുന്ന മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുടെ വീഴ്ച അടക്കമുള്ള കാര്യങ്ങൾ ആഭ്യന്തര അന്വേഷണത്തിൽ കണ്ടെത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് ഈ വിഷയം ഗൗരവത്തിൽ സർക്കാരും പോലീസ് തലപ്പത്തും എടുത്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് SHO പ്രതാപചന്ദ്രനെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം. നിലവിൽ ഇപ്പോൾ അരൂർ SHO ആണ് പ്രതാപചന്ദ്രൻ. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.